എല്ലാവർക്കും KM TVയുടെ കർണാട്ടിക് വയലിൻ ലെസൺ പാർട്ട് 65 സ്വാഗതം. ഞാൻ അജയ്കുമാർ ജി. നമ്മൾ പാർട്ട് 64 അതായത് 64 പഠിച്ചത് മോഹന രാഗത്തിലുള്ള നിന്നു കോരി എന്ന ആദിതാള വർണ്ണത്തിൻ്റെ പല്ലവിയും അനുപല്ലവിയുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ പാർട്ട് 65 നമ്മൾ പഠിക്കുന്നത് ഇന്ന് അതിൻ്റെ ചിട്ടസ്വരവും ചരണവും ചരണസ്വരങ്ങളുമാണ്. അപ്പോൾ ആദ്യം 64 ഒരിച്ചിരി ലെങ്തി ആയിപ്പോയി. എപ്പിസോഡുകൾ ഞാൻ ഇത്രയും ലെങ്തി ആക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് പഠിക്കാനും ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും. അപ്പം വർണ്ണം ഓരോ നോട്ടായിട്ട് വായിക്കുന്ന രീതിയെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് ഗമകം കൊടുത്ത് വായിക്കുന്ന രീതി ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഈ ലെസൺ തീർന്നിട്ട് വേണം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. അപ്പോൾ നമുക്ക് ചിട്ടസ്വരത്തിലേക്ക് പോകാം. അപ്പോൾ നിന്നുകോരി എന്നുള്ള ആദിതാള വർണ്ണത്തിൻ്റെ ചിട്ടസ്വരം ഞാൻ ഒന്ന് പാടാം. ഗാരി ഗരി സരി സരി സ ഗരി ഗ സരി സദ സരി ഗരി ഗ പ ഗ പദ പ ഗ പദ പദ സരി ഗ രി ഗ സരി ദ സ പദ സരി ഗ സ ദ പ ഗരി സരി. ഇതാണ് ഇതിൻ്റെ ചരണസ്വരം. അപ്പോൾ അത് വായിക്കുന്ന രീതി നമുക്ക് നോക്കാം. ദയവായി വയലിനെ ശ്രദ്ധിക്കുക. ഇച്ചിലൂടെ സ്ലോ ആക്കി ഞാൻ ഒന്നുകൂടെ വായിക്കാം. ശ്രദ്ധിച്ച് കാണുക, അതേ രീതി വായിക്കാൻ ശ്രമിക്കാം. ഇതേ രൂപത്തിൽ വായിക്കണം. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ ലൈനിലെ ദ മന്ത്രസായി നോട്ടാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ലൈനിലെ ഗ പ ദ പ, അത് കഴിഞ്ഞ് സരി ഗരി ഗ സരി, അത് താരസായി നോട്ടാണ്. അതേപോലെ തന്നെ നാലാമത്തെ ലൈനിലും സദ പ സരി ഗ സ, അത്രയിടയും താരസായി വരുന്നുണ്ട്. അതങ്ങനെ തന്നെ വായിക്കണം. ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ ചരണമാണ്. ചരണം ഇപ്രകാരമാണ്. ഗ ഗ ഗ ഗരി രി ഗ പ ഗ പ ഗ ഗ ദ ദ പ ഗ ഗ ദ പ ഗ പ ഗരി സരി. ഇവിടെ അതായത് സന്നുതാംഗ ശ്രീനിവാസ
എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ആയിരിക്കുകയാണ്, അതാണ് ഈ സൗണ്ട് പതറുന്നത്. ദയവായി ക്ഷമിക്കണം. ഇത് നമ്മൾ വായിക്കേണ്ടത് ഇപ്പോൾ ഓരോ നോട്ടായിട്ട് വായിച്ചാൽ മതി. അത് കഴിഞ്ഞ് എൻ്റെ ഗമകത്തിൻ്റെ രീതി ഞാൻ പറയാം. ഞാൻ ഇത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ചരണം. ഇതില് ഗരി, അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇച്ചിരി സ്പീഡ് കൂടും. രി ഗ പ ഗ പ ഗ ഗ ദ ദ പ ഗ ഗ ദ പ ഗ പ ഗ രി സരി. അപ്പൊ ഒന്ന് സ്ലോ ആയിട്ട് വായിച്ച് കാണിക്കാവ്. ഇനി നമുക്ക് ചരണ സ്വരങ്ങളിലേക്ക് പോകാം. അത് സ്വരമായിട്ട് തന്നെ വായിക്കേണ്ടതാണ്. ഒന്നാമത്തെ ചരണ സ്വരം ഗാരി സാ രീ ദ സാ രീ ഗാരി. ഇത്രയേ ഉള്ളൂ ചരണസ്വരം. അപ്പൊ അതൊന്ന് വായിക്കാം നമുക്ക്. അപ്പം അതിന് കാരുവ കൊടുത്തിരിക്കുന്നത് 1 2 3 4 5 ഉണ്ട്. അപ്പം 1 2 3 4 5 കണ്ടോ? ഈ സമയം കൊടുക്കണം ഇങ്ങനെ. ഇങ്ങനെ തന്നെ വായിക്കാം. ചരണസ്വരങ്ങള് ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഗാരി സാ ഇതേപോലെ ചരണസ്വരം ഒന്ന് വായിക്കണം. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചരണസ്വരം ഒന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പിന്നെ വായിക്കേണ്ടത് ചരണമാ വായിക്കേണ്ടത്. ഗ ഗ ഗ ഗരി. ഇത് ചരണം വായിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചരണസ്വരം 2ലേക്ക് പോകണം. ചരണസ്വരം 2 എന്ന് പറയുന്നത് ഗരി ഗരി സരി ഗ പ ദ സരി. പ ദ എന്നുള്ളത് മന്ത്രസ്ഥായി നോട്ടാണ്, 3ാമത്തെ കമ്പിയിലാണ് വരുന്നത്. അപ്പോൾ ഗരി ഗരി സരി ഗ പ ദ സരി ഗരി ഗരി സരി ഗ പ ദ സരി ഗ ഗ ദ പ ഗരി ഗ സ ദ പ ഗരി. ഇതൊരു തവണ വായിച്ചതിന് ശേഷം വീണ്ടും ചരണം വായിക്കണം. അപ്പം ഒന്ന് ഞാനത് വായിക്കാം. ഗരി ഗരി സരി ഗ സരി ഗ ഒന്നുകൂടി സ്ലോ ആയിട്ട് വായിക്കാം. ഗരി ഗരി സരി ഗ
ഇത്ര വായിച്ചു നിർത്തിയതിനു ശേഷം ചരണത്തിലേക്ക് കയറണം. പിന്നെ നമ്മളെ എല്ലാ ചരണസ്വരവും വായിച്ച് അതിന്റെ എന്റെ ആകുമ്പം ചരണം വായിക്കണം. ഗ ഗ ഗ ഗരി ഗ പ ഗ പ ഗ ഗ പ ഗ ഗ പ ഗ പ ഗരി. അപ്പോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ചരണസ്വരങ്ങൾ 1ഉം 2ഉം തിട്ടമായി കാണും. എങ്കിലും ഞാൻ ഇത് ചരണം മുതൽ നിർത്താതെ വായിക്കുന്ന രീതിക്ക് ഒരു തവണ കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ചരണം ഗ ഗ ഗ ഗ രി പ ഗ ഗ ഗ ഗ പ ഗ ഗ പ ഗ പ ഗ രി ഇത്ര വായിച്ചതിനു ശേഷം വീണ്ടും ചേരണം. ഗ ഗ ഗ ഗ രി. ഇങ്ങനെ വായിച്ച് ശീലിക്കണം. ചരണസ്വരം 1ഉം 2ഉം നന്നായി വായിക്കുക. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ 3ഉം 4ഉം ചരണസ്വരം പറഞ്ഞുതരാം. ശേഷം ഗമകം ഇടുന്ന രീതി കൂടെ ഞാനൊന്ന് പ്രതിപാദിക്കാം. അപ്പോൾ ദയവായി നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അനവധി ആളുകൾ കാണുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ റേറ്റ് കുറവാണ്. അപ്പോൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത ഒരു ക്ലാസ്സുമായി നമ്മൾ തമ്മിൽ കാണുന്നിടം വരെ തൽക്കാലത്തേക്ക് ഞാൻ അജയകുമാർ ജി നിങ്ങളോട് വിട പറയുന്നു. നന്ദി, നമസ്കാരം.